ടേസ്റ്റ് ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. അപ്പോൾ നവരാത്രി സ്പെഷ്യലായിട്ട് ഞാൻ 2 സ്വീറ്റ്സ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ജാങ്കിരി, ഞാൻ ജിലേബി എന്നാണ് പറയുക, അതും കോക്കനട്ട് ബർഫിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കോക്കനട്ട് ബർഫി നമുക്ക് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ജിലേബിയും നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ വേണ്ടി മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ നവരാത്രി സ്പെഷ്യൽ ജിലേബിയും കോക്കനട്ട് ബർഫി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നും പരിപ്പ് 3-4 തവണ നന്നായിട്ട് കഴുകി അതൊരു 3 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തു. അങ്ങനെ ഉഴുന്നും പരിപ്പൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നു കഴിയുമ്പം അത് ഡ്രെയിൻ ചെയ്തെടുത്ത് അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നിർത്തി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മളത് കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പം ഒട്ടും തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ജിലേബി നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അരച്ചെടുത്തേക്കാളും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പം ഞാനൊരു പാനിലേക്ക് 2 കപ്പ് പഞ്ചസാരയും 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇത് തിളയ്ക്കാൻ വിടുകയാണ്. ഈ ടൈമിൽ നമുക്ക് ബാറ്ററിൻ്റെ ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജിലേബിക്ക് ഒരു ക്രഞ്ചിനെസ് വരാൻ വേണ്ടിയാണ്. അതിൻ്റെ കൂടെ ഓറഞ്ച് ഫുഡ് കളർ ഇട്ട് കൊടുത്ത് ഇലക്ട്രിക് ബീറ്ററിൽ 1 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇതല്ലെങ്കിൽ ഫോർക്കോ സ്പൂണോ വിസ്കോ വെച്ചിട്ടൊരു 3-4 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മാവ് നല്ല ഫ്ലഫി ആയിട്ട് വരണം. അപ്പോൾ ഞാൻ വെള്ളം പോരാൻ തോന്നുന്നുണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ മാവിന് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലഫി കൺസിസ്റ്റൻസി ഉണ്ടാവണം. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വരണം. നമ്മളതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഒഴുകി വരണം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഒരുപാട് തിക്കാവണ്ട, എന്നാലും ഒരു കുറച്ചൊന്ന് കട്ടിയാവുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ ടൈമിൽ നമുക്കൊരു പൈപ്പിംഗ് ബാഗോ സിപ്ലോക്കോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരു കവറോ എടുത്തിട്ട് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ ആ കവർ ഇങ്ങനെ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കാനുള്ള എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യണേ. അപ്പം ഇതുപോലെ ഇങ്ങനെ നിറച്ച് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് ഇപ്പോൾ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു സ്പൂണിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് കട്ടിയായിട്ടുണ്ടെങ്കിൽ ആ ഒരു പാകത്തിൽ വന്നാൽ മതി. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ തുമ്പ് ഞാനൊന്നിങ്ങനെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വലിയ ഹോള് വേണ്ട. അപ്പോൾ നമ്മുടെ പാകത്തിനുള്ള ഹോളാണോ, സ്മൂത്തായിട്ട് ബാറ്റർ വരുന്നുണ്ടോ, നമുക്ക് ഈ ഷേപ്പ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി 2-3 തവണ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു പരന്ന പാത്രം അടുപ്പിൽ വെച്ച് അതിനകത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാക്കി എന്നിട്ട് അത് ഫ്ലെയിം ലോ ടു മീഡിയത്തിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ ജിലേബി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജിലേബി നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ നമുക്ക് ജിലേബി ഇങ്ങനെ അടിയിൽ തട്ടുന്ന രീതിയിൽ അത്ര എണ്ണ ഒഴിച്ചാൽ മതി. അതുപോലെ ഫ്ലെയിം ഒരിക്കലും ഒരുപാട് ചൂടാവരുത് എണ്ണ. അപ്പോൾ ഒരുപാട് ചൂടാണെങ്കിൽ നമ്മളിത് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇതുപോലെ പൊങ്ങി വരും. അതുപോലെ എണ്ണ കൂടുതലാണെങ്കിലും നമുക്കിങ്ങനെ പെട്ടെന്ന് പൊങ്ങി വരുമ്പോൾ ആ ഷേപ്പ് ആക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലോ ടു മീഡിയത്തിലേക്ക് ആക്കിയിട്ട് വേണം ജിലേബി ഇടാൻ. അതുപോലെ ഇത് ജിലേബി ഇട്ട് കഴിയുമ്പോൾ നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എണ്ണ ഇങ്ങനെ കോരി വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റിനുള്ളിൽ ഒരു വശം നന്നായിട്ട് ക്രിസ്പാവും. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് മറ്റേ വശം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഒരുപാട് ഓവറായിട്ട് ക്രിസ്പായി കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ സിറപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. പിന്നെ പെട്ടെന്ന് അത് ഡ്രൈ ആയി പോവും. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇത് ക്രിസ്പായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഓവറായിട്ട് ക്രിസ്പാവുന്നതിന് മുമ്പ് ഇത് കോരി ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് എപ്പോഴും ചൂടോട് കൂടി ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഷുഗർ സിറപ്പിൽ മുക്കി വെക്കുകയാണ്. മിനിമം 2 മിനിറ്റ് ഇങ്ങനെ മുക്കി വെക്കണം.
അപ്പോൾ ഇനി അടുത്ത ജിലേബിയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി 2 മിനിറ്റിൽ മറിച്ചിട്ട് പിന്നെ മൊത്തം 4 മിനിറ്റിൽ നല്ല ക്രിസ്പായിട്ട് വരും. അപ്പോൾ നമുക്ക് ആ ടൈമിൽ നമ്മളുടെ ആദ്യം ഷുഗർ സിറപ്പിൽ വെച്ച ജിലേബി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഷുഗർ സിറപ്പ് ചൂട് ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ അത് ലോ ഫ്ലെയിമിൽ അടുപ്പിൽ തന്നെ വെച്ച് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ ജിലേബിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഡബിൾ ലെയർ ഉള്ള ജിലേബി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ജിലേബി ഒന്ന് കഴിച്ചിട്ട് അത് വെന്തിട്ടുണ്ടോ, അതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ കറക്റ്റ് ആണോ ഒക്കെ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ആദ്യം നമ്മൾ ജിലേബി ഉണ്ടാക്കി വെക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ഷുഗറി ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ അടിപൊളി ജിലേബി റെഡിയായി. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള കോക്കനട്ട് ബർഫി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് മീഡിയം ഹീറ്റിൽ അടുപ്പിൽ വെച്ച് ചൂടാക്കി എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ നമ്മൾ ചിരകുമ്പോൾ അതിൻ്റെ ബ്ലാക്ക് പോർഷൻ ഇല്ലാതെ വൈറ്റ് ഭാഗം മാത്രം ചിരകിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുത്ത് അതൊരു 3-4 മിനിറ്റ് വഴറ്റി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിപ്പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തേങ്ങ നന്നായിട്ട് വെള്ളമൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാല് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ പാല് കംപ്ലീറ്റ്ലി വറ്റി കോക്കനട്ട് പാലൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് വരണം. അപ്പം ഞാനിപ്പോൾ ഒരു 2.5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴും പാലിപ്പോഴും അങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി വറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പാല് വറ്റുന്നവരെ ഇത് വേവിച്ചെടുക്കാം. അതിനൊരു 10-12 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല, പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാനിപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. സാധാരണ പഞ്ചസാര ആണെങ്കിൽ 1/2 കപ്പ് ചേർത്താൽ മതി. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ പഞ്ചസാര മെൽറ്റ് ചെയ്യുമ്പം അതിനകത്ത് നിന്ന് കുറച്ചുകൂടെ വെള്ളം വരും. പിന്നെ ഈ വെള്ളം മുഴുവൻ വറ്റിച്ച് നമുക്കിത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പം ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അപ്പം ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു 10-12 മിനിറ്റും കൂടെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. ഇപ്പോൾ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ഇപ്പം ഇത് ഏകദേശം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമുക്കിനി ഇത് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ ട്രേയോ എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തേക്കണേ. അപ്പോൾ ബർഫി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വിട്ട് വരാൻ വേണ്ടി അതിനകത്ത് കുറച്ച് നെയ്യ് തടവി കൊടുത്തു. എന്നിട്ട് നമുക്കിതിലേക്ക് ബർഫി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരേ ലെവലാക്കി കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇടുന്നത് പിസ്തയാണ്. അപ്പോൾ പിസ്ത ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുത്തിട്ട് അതിങ്ങനെ വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ഫ്രിഡ്ജിലൊരു 3-4 മണിക്കൂർ എടുത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ബർഫി സെറ്റായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ബർഫി. അതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ജിലേബിയും തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. ജിലേബി ഫ്രഷായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതൊരു ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് അടച്ച് വെക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ ചെറുപയർ പരിപ്പ് വെച്ചിട്ട് ഒരു സുണ്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ കടല വെച്ചിട്ട് ഒരു തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളക്കടല വെച്ചിട്ടുള്ളൊരു സുണ്ടൽ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കയറി നോക്കാവുന്നതാണ്. അതുപോലെ കടല വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നവരാത്രിക്ക് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് നമ്മുടെ സുണ്ടലും അതുപോലെ കടല വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടിയും. ഫാസ്റ്റിംഗ് ടൈമിൽ മാത്രമല്ല അല്ലാതെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സോ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് ഇത് രണ്ടും. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയുള്ള ജിലേബിയാണ്, കുറച്ച് ക്രഞ്ചി ആയിട്ട് എന്നാൽ സോഫ്റ്റായിട്ട്. അപ്പോൾ ഉള്ളിലൊക്കെ നല്ല ഷുഗർ അബ്സോർബ് ചെയ്ത് നല്ല ഷുഗറി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കളർഫുള്ളായിട്ടുള്ള ജിലേബിയും ബർഫിയും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പറ്റുവെച്ചാൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ
അവരെത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും നമുക്കൊരു കിടിലൻ റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും AR ടേസ്റ്റ് ബഡ്സിൻ്റെ നവരാത്രി ആശംസകൾ.